മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ അപമാനിച്ചുവെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. സംസ്കാര ചടങ്ങിനെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് മതിയായ ഇരിപ്പിടം നൽകിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ബാലിശമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത് തികച്ചും തെറ്റായിട്ടുള്ള ബാലിശമായിട്ടുള്ള വിശദീകരണമാണ്. ഞങ്ങൾ മൻമോഹൻ സിംഗിന്റെ മഹത്തരമായ വ്യക്തിത്വത്തെ അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. ആ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് പോട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകമായ സ്ഥലം അനുവദിക്കണം, അവിടെ ഫ്യൂണറൽ വേണം. ഇതെല്ലാം ഞങ്ങൾ കോൺടാക്ട് ചെയ്തതല്ല. ഞങ്ങളുടെ അധ്യക്ഷനടക്കം, കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ്, കത്തെഴുതിയതാണ്. ഓക്കെ, നിതിൻ അംബുജൻ വിവരങ്ങൾ. നിതിൻ, അത് ഉന്നയിക്കുന്ന ആരോപണം ഗുരുതരമാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രമുഖന്മാരിൽ ഒരാളാണ്. അനാദരിച്ചു എന്ന് തന്നെ കോൺഗ്രസ് പറയുകയാണോ, അത് രാഷ്ട്രീയ വിഷയമായി അവർ ഉന്നയിക്കുന്നുണ്ടോ? നിതിൻ, ഹാഷ്മി, മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്ര അത് AICC ഓഫീസിൽ നിന്ന് നിഗംബോധ്ഗഡിലേക്ക് പോകുമ്പോൾ പോലും കോൺഗ്രസ് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, ലോകം ആദരിക്കുന്ന ഒരു നേതാവിന് അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക വിദഗ്ധന് അർഹതപ്പെട്ട യാത്രാമൊഴി നൽകിയില്ല, അർഹതപ്പെട്ട ഒരു ആദരവ് നൽകിയില്ല എന്നൊരു വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഏകപക്ഷീയമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കാരണം ഒരു ചർച്ചകൾ പോലും പ്രതിപക്ഷമായി നടത്തിയിട്ടില്ല. നിഗംബോധ്ഗഡിലെ സംസ്കാര ചടങ്ങ് നടത്തിയ സ്ഥലത്ത് മതിയായ സൗകര്യമുണ്ടായിരുന്നില്ല. പൊതുജനങ്ങൾക്ക് അവസരം നിഷേധിച്ചു. മാത്രമല്ല, ചിതയുടെ ഒരു വശത്ത് സൈനികർ പൂർണ്ണമായും നിലയുറപ്പിച്ചതിനാൽ കുടുംബാംഗങ്ങൾക്ക് സ്ഥലപരിമിതി മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 3 പേർക്ക് മാത്രമാണ് അവിടെ കസേര അനുവദിച്ചത്. മകൾക്ക് പോലും കസേര അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. കൂടാതെ അമിത്ഷായുടെ വാഹനവ്യൂഹം ഈ വിലാപയാത്രയെ തടസ്സപ്പെടുത്തി തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക ശരീരത്തിന് മുകളിൽ പുതപ്പിച്ച ദേശീയ പതാക അത് ഭാര്യയ്ക്ക് കൈമാറുമ്പോൾ പ്രധാനമന്ത്രി എഴുന്നേറ്റില്ല. പ്രക്ഷേപണം ദൂരദർശനിൽ മാത്രം ഒതുങ്ങി. ആ പ്രക്ഷേപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദൃശ്യങ്ങൾ മാത്രമാണ് കൂടുതലായി നൽകിയത് തുടങ്ങിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തും പൂർണ്ണമായും ഒരു അനാദരവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഒരു കൃത്യമായ ഏകോപനം സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നീ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സംസ്കാര ചടങ്ങിന് ശേഷം ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടിയുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ രംഗത്ത് വന്നിരുന്നു. കാരണം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയെ UPA അധ്യക്ഷയാക്കി പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു പദം നൽകി ഒരു സൂപ്പർ PM എന്ന നിലയിൽ തന്നെയായിരുന്നു സോണിയ പ്രവർത്തിച്ചത്. പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ് കളങ്കപ്പെടുത്തുന്ന നിലയായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചെന്ന വിമർശനമാണ് BJP ദേശീയ അധ്യക്ഷൻ ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് സർക്കാർ കാട്ടിയ അനാദരവ് അത് എണ്ണി പറഞ്ഞുകൊണ്ട് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഒരു പുതിയ പോർമുഖം ഈ ഒരു വിഷയത്തിൽ തുറന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു 2 മാസം കഴിഞ്ഞാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒരു സിഖ് വോട്ടുകൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണെങ്കിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു വോട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളും എന്തായാലും ഈ ഒരു രാഷ്ട്രീയ വിവാദമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മരണത്തിന് ശേഷവും അനാദരിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം.